നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ടർ തുടരുകയാണ്. മോർണിംഗ് റിപ്പോർട്ടർ ഇന്ന് കുറച്ച് വ്യത്യസ്തരായ അതിഥികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ പ്രകടനങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ നമുക്ക് വരാം. ആദ്യം പ്രധാന തലക്കെട്ടുകളൊന്ന് നോക്കാം. RSS പ്രവർത്തകൻ രാജേഷ് കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന സൂചന. തലസ്ഥാനത്ത് നിരോധനാജ്ഞ തുടരുന്നു. പോലീസിന്റെ ഗുണ്ടാ സ്ക്വാഡ് ഇന്ന് മുതൽ സജീവം. രാഷ്ട്രീയ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് KPCCയിൽ ഇന്ന് പ്രാർത്ഥനാ സംഗമം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ പ്രതി ചേർത്തേക്കും. ഇന്ന് അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാൻ സാധ്യത. ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. മുഖ്യപ്രതി പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി നാളെ അവസാനിക്കും. ഇടുക്കി മരിയാപുരത്ത് 3.5 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചതിൽ ദുരൂഹതയേറുന്നു. കൊലപാതകമെന്ന സംശയം തള്ളാതെ പോലീസ് മാതാപിതാക്കളെ ചോദ്യം ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കൂടുതൽ നടപടിയെന്ന് ഇടുക്കി CI. സംസ്ഥാനത്ത് പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ ഇന്നു മുതൽ കടലിലേക്ക്. ട്രോളിംഗ് നിരോധനം ഇന്ന് അവസാനിക്കും. തീരത്ത് ഒരുക്കങ്ങൾ പൂർണ്ണം. ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കപ്പ് സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ബാഴ്സയ്ക്ക് ജയം. റയലിനെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി. ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായി കാഴ്ചയില്ലാത്തവർ കാഴ്ചയുള്ളവരെ പോലെ അഭിനയിച്ച ഷോർട്ട് ഫിലിം പ്രദർശനത്തിനായി എത്തുകയാണ്. 20ഓളം അന്ധർ അഭിനയിച്ചിരിക്കുന്ന ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഗഫൂർ അഭിനയാണ്. തോന്നിയ സമയത്താ ആ പണിക്കാർക്ക് ചായ കൊടുത്തോളൂട്ടാ. 4. ശരി. മമാലിക്ക ഒരു ചായ. ബാപ്പോ ഈ ചായ എടുക്കണേ കൊള്ളാം. ഈ എൻ്റെ കാശ് അങ്ങോട്ട് പോയാൽ മതി. എന്താ ബാപ്പു മൊത്തൊരു കള്ളത്തരം. മമാലിക്ക അവിടെ ഒരു പെരിച്ചായ അത്ര കണ്ടില്ലേ? വെറുതെ അല്ല, കുറെ നേരമായി ഒരു നാറ്റം. ബാപ്പോ ഈ ചായ എടുത്തിട്ട് പോ. നമ്മള് വെറുതെ പറഞ്ഞല്ലേ. അമ്മേ ദേ ഓൻ ചായ എടുക്കാതെ പോണം. ഓൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അത് പത്രത്തിൽ വന്നോന്നറിയാൻ വന്നതാവും. ജീവിതം കൂടുതൽ ദുരിതപൂർണമായി കൊണ്ടിരിക്കുകയാണ്. അകക്കണ്ണിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി സംവിധായകൻ ഗഫൂർ അഭിനയ, അതുപോലെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ശശികുമാറും ഷാജിയും ലൈലയും ഒക്കെ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുകയാണ്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് എല്ലാവർക്കും. ശശിയേട്ടാ സ്വാഗതം. ഗഫൂർ അഭിനയ, താങ്കൾ നാടക സിനിമ ചലച്ചിത്ര രംഗത്തേക്ക് ഒരുപാട് നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും തന്നെ ഇത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയാത്തൊരു കാര്യമാണ് ഈ പറയുന്ന ഷോർട്ട് ഫിലിം. ഇത്രയധികം 20 കണ്ണ് കാഴ്ചയില്ലാത്തവരെ വെച്ച് ഒരു ഷോർട്ട് ഫിലിം എടുക്കുക. നമ്മളെല്ലാവരും കാഴ്ചയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു 5 മിനിറ്റ് കറണ്ട് പോയാലോ അല്ലെങ്കിൽ കണ്ണടച്ചിരുന്നാൽ പോലും നമുക്കൊരിക്കലും മുന്നോട്ടൊരു കാര്യം ചിന്തിക്കാൻ കൂടി പറ്റില്ല, അല്ലെങ്കിൽ സാധ്യമല്ല മുന്നോട്ടുള്ളൊരു ജീവിതം. എങ്ങനെയാണ് ഇതിങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇത്? സത്യസന്ധമായി പറഞ്ഞാൽ ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് ലൈല, ശരിക്കും 2006 വർഷം 7 വർഷമായി കാണും, 2010 അല്ലേ? 2010 കലയും കലാകാരനും എന്ന് പറഞ്ഞിരുന്ന തൃശ്ശൂർ ജില്ലാ ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള കലാകാരന്മാരെങ്ങനെ അന്വേഷിച്ചപ്പോൾ ലൈലയെ ഞാൻ പരിചയപ്പെട്ടു. ലൈല എൻ്റെ നാട്ടുകാരിയാണ്. ഞാൻ മുമ്പ് ലൈലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ലൈല ഇങ്ങനെ പാട്ട് പാടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നറിയാം, പക്ഷേ ഞങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലൈലയെ സമീപിച്ചു. അങ്ങനെ ഇവരെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ലൈലയുടെ ഹസ്ബൻഡായ ഷാജിയെ കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. നോർമൽ ഒരു മനുഷ്യൻ്റെ, ഞാൻ ഷാജിക്ക് കാഴ്ചയില്ല എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഞാൻ ഷാജിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ ഷാജിയുടെ ഒരു ഫീല്. അത്രയും ഭംഗിയുള്ള
ആ ഒരു കൗതുകം എന്നെ വളരെയധികം എന്താ പറയുക വലിയ ചിന്തയിലേക്ക് വളർത്തി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാലം എന്തെങ്കിലും ഇവരെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ള ഒരു ചിന്ത, ഇത് കൂടാതെ ഈ കലയും കലാകാരനും വെറുതെ ഇവരെ പരിചയപ്പെടുത്തൽ കൂടാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ള ചിന്ത വന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, സിനിമ ചെയ്യാൻ പോകുന്ന ഒരാളാണ്. ഇപ്പോൾ ഇവരെ വെച്ചുകൊണ്ട് തന്നെ ഒരു 101 കലാകാരന്മാരെ ബ്ലൈൻഡുകളെ വെച്ച് തന്നെ അജ്ഞാതരണം എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അകക്കണ്ണ് എന്ന് പറയുന്ന ഈ എന്താ പറയുക ഹ്രസ്വചിത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഇവരെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് ഐഡിയാസ് വന്നു. അങ്ങനെ ഞാൻ ഇവരോട് ഇതുമായിട്ട് സംസാരിച്ചു. നമുക്കങ്ങനെ ഒരു നല്ലൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, ഒരു സബ്ജക്റ്റ്. അപ്പോൾ ആദ്യം ഞാൻ ലൈലയും ഷാജിയും വെച്ചിട്ട് തന്നെ ഒരു സബ്ജക്റ്റ് ആദ്യം പ്ലാൻ ചെയ്തു. ഒരു തൊട്ടിൽ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് നോക്കുമ്പോൾ അത് വിചാരിച്ച പോലെ എനിക്ക് വളർത്താൻ പറ്റിയില്ല, മൈൻഡിൽ വളർത്താൻ പറ്റില്ല. അങ്ങനെയാണ് ലൈല എന്നെ ശശികുമാർ പാലക്കാടിനെ പരിചയപ്പെടുന്നത്. അവ വെറുതെ പരിചയപ്പെടുത്തലായിരുന്നില്ല, ഞങ്ങൾ വേറൊരു പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി പരിചയപ്പെടുത്തി പാടാനായിട്ട്. ശശിയേട്ടൻ നന്നായി പാടുന്ന ഒരാളാണ്. അപ്പോൾ ശശിയേട്ടനെ വിളിച്ചു. ശശിയേട്ടനെ കണ്ടപ്പോൾ വീണ്ടും എന്നിലുള്ള അത്ഭുതം വളർന്നു. കാരണം ശശിയേട്ടനെയും ഷാജിയും ഇവരൊക്കെ കാണുമ്പോൾ അവർക്ക് കാഴ്ചയില്ലാന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തുടങ്ങി. ആ തുടക്കം ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു, ഞാൻ എന്തായാലും ഒരു ഇത് ചെയ്യാം. അപ്പോൾ ഇവരോട് എൻ്റെ കൃത്യമായിട്ട് ഇവർക്ക് കാര്യം കൊടുത്തില്ല. ശശിയേട്ടനെ ഞാൻ പാലക്കാട് പോകുമ്പോൾ, ക്ലാസ്സിന് പോകുമ്പോൾ എൻ്റെ കൂടെ വിളിക്കും, കൂടെ കൊണ്ടുപോകും. അങ്ങനെ നോർമൽ ആളുകൾ നടക്കുന്ന രീതിയിലും അവരുടെ ചലനങ്ങളൊക്കെ ഞാനൊന്ന് നല്ലപോലെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് സ്ക്രിപ്റ്റും വർക്കൊക്കെ തുടങ്ങിയത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനിതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 7 വർഷമായി കറക്റ്റ്. എന്നിട്ട് 5 വർഷത്തെ എൻ്റെ ചിന്തകൾക്ക് ശേഷമാണ് ഇത് ഷോർട്ട് ഫിലിം തന്നെ ആക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇവരെ വെച്ചുകൊണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അകക്കണ്ണ് എന്ന് പറയുന്ന ഈ ഒരു ഹ്രസ്വചിത്രത്തിന് തുടക്കമിട്ടു. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ഈ വരുന്ന 13-ാം തീയതി, ഓഗസ്റ്റ് 13-ാം തീയതി കുന്നംകുളത്ത് വെച്ച് ഇത് പ്രദർശനം നടത്താൻ ഞങ്ങൾ പോവുകയാണ്. സാക്ഷാത്കരിക്കുകയാണ്. ലൈല, നമസ്കാരം. ലൈല എങ്ങനെയുണ്ടായിരുന്നു ഒരു അകക്കണ്ണിൽ അഭിനയിച്ചപ്പോഴുള്ള ഒരു അനുഭവം? എങ്ങനെയുണ്ടായിരുന്നു, ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം ഇതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറയുന്നത് ലൈലയുടെ ഭർത്താവാണ് ഷാജി. രണ്ടുപേരും പരസ്പരം കണ്ടിട്ട് പോലുമില്ല ഇതുവരെ, കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു ഒരു അനുഭവം? എങ്ങനെയുണ്ടായിരുന്നു? ഗഫൂർ സാറ് പറഞ്ഞു തരുമ്പോഴെല്ലാം അതങ്ങനെ തന്നെ അഭിനയിക്കാനും ഡയലോഗെല്ലാം പറയാനും എല്ലാം സാധിക്കുന്നുണ്ടായിരുന്നോ? തീർച്ചയായും സാധിക്കുന്നുണ്ടായിരുന്നു. ഗഫൂർ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ച് ചെയ്യിച്ചു. കാരണം കാഴ്ചയില്ലാതെയാണ് ഞങ്ങൾ ഈ ഇതിൽ അഭിനയിക്കുന്നതെന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി നമുക്കിങ്ങനെ ആവാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ശശിയേട്ടൻ പറയുകയാണെങ്കിൽ ശശിയേട്ടൻ സാധാരണക്കാരിൽ നിന്നും അസാധാരണമായി ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ് ശശിയേട്ടൻ നന്നായി പാട്ട് പാടും, നന്നായി തബല വായിക്കും, ഒരുപാട് കഴിവുള്ള മനുഷ്യനാണ് ശശിയേട്ടൻ എന്ന് പറയുന്നത്. റിയാലിറ്റി ഷോയിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അല്ലേ ശശിയേട്ടാ? റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അകക്കണ്ണിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അകക്കണ്ണ് എന്ന് പറയുന്ന ഈ ഷോർട്ട് ഫിലിം എൻ്റെ ഒരു സ്വപ്നം മാത്രമാണ്. കാരണം തബല വായിക്കുകയും പാടുകയും 26 വർഷങ്ങളായിട്ട് മ്യൂസിക് ഫീൽഡിൽ തന്നെ അടിയുറച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് മെയിൻ ആക്ടർ പദവി തന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ട്രെയിനിങ് തന്ന് ഗഫൂർ മാഷ് കൂടെ തന്നെ നിന്നുകൊണ്ട് ആ വലിയൊരു സ്വപ്നം ഓഗസ്റ്റ് 13-ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത്, ഞാൻ സൈക്കിൾ ചെറിയൊരു ബാലൻസ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ പല ആംഗിളിൽ നിന്നായിട്ട് സൈക്കിൾ ഓടിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലെയ്ത്ത് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. തീരെ കാഴ്ചയില്ലാത്ത നമ്മൾ എങ്ങനെയാണ് ഈ കറണ്ടിലൂടെ ഓടുന്ന മെഷീൻസൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നൊക്കെ മനസ്സിൽ വലിയ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞങ്ങളെ കൂടെ നിന്നുകൊണ്ട് വിരലിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിരൽ തുമ്പിൽ പിടിച്ച് ഇങ്ങനെ ഇവിടെയാണ് ചെയ്യേണ്ടത് എന്ന് ഓരോ സ്ഥലത്ത് സിഗ്നൽ തന്നുകൊണ്ട് ഞങ്ങളെ നേർവഴിക്ക്, കാഴ്ചയുള്ളവരെങ്ങനെയാണോ സ്ക്രീനിലേക്ക് വരുന്നത് അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയാൻ ഒരു മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ള ആക്ടിംഗ് ആണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. അകക്കണ്ണിനെ കുറിച്ച് പറയാൻ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ
പാട്ടും അതുപോലെ തന്നെ ഈ സംഗീത രംഗത്ത് ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ഒഴിച്ചാൽ അഭിനയ രംഗത്ത് മാഷയുടെ ഒരു എന്താ പറയുക വലിയൊരു മനസ്സ്. പറഞ്ഞ ലൈല ഷാജിയിലൂടെയാണ് എന്നെ മാഷയായിട്ട് ബന്ധപ്പെടുത്തിയത്. അത് ഒരു ടി സി ടി വിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിലൂടെ ഒരു 3-4 സ്റ്റേജ് ഷോയിൽ ഞാൻ ഗഫൂർ മാഷും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. മാഷ് പറഞ്ഞ പോലെ പല ഭാഗങ്ങളിൽ മാഷ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ സാധാരണ ഒരു ഫിലിമിൽ ചെയ്യുന്ന പോലെ നമ്മൾ വരും അതിനൊക്കെ കുറച്ചായിട്ട് പ്ലാൻ ചെയ്യും അങ്ങനെയല്ല. ഞങ്ങൾ മാസങ്ങളോളമായിട്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ചലനങ്ങൾ വാച്ച് ചെയ്തുകൊണ്ട് ആ ചലനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാം എന്ന് കൂടെ നടന്നുകൊണ്ടാണ് മാഷ് ഇതിനെ മനസ്സിലാക്കി ഞങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അത് എന്താ പറയുക, ഒരു ഈശ്വരൻ്റെ കഴിവാണ് മാഷിലൂടെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുള്ളത്. അത്ര ഭൂമിയേക്കാളും ക്ഷമാശീലത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് സൈറ്റിൽ ഓരോ സെറ്റിലും ഞങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഈ അകക്കണ്ണിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസാണ്. എല്ലാ കാഴ്ചയില്ലാത്തവർക്കും ഇത് തീർച്ചയായിട്ടും കാണുന്നവരെ പോലെ തന്നെ സ്ക്രീനിൽ അഭിനയിക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. തീർച്ചയായും കാഴ്ചയില്ലാത്ത എല്ലാവർക്കും തന്നെ വലിയൊരു പ്രചോദനം തന്നെയാണത്. അവരുടെ ആ ഒരു നന്ദി പ്രകടനം ആ വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അവർ ഇതിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടുണ്ട്, എത്രത്തോളം സന്തോഷം ഉണ്ടെന്നുള്ളത് അവരുടെ വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും. ലൈല ശശികുമാരൻ നന്നായി പാട്ട് പാടും, റിയാലിറ്റി ഷോയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ലൈലയും നന്നായി പാട്ട് പാടും. നമുക്ക് ലൈലയിലെയും ശശികുമാരൻ ഒരു പെർഫോമൻസ്, ഒരു പാട്ടൊന്ന് പാടുമോ രണ്ടുപേരും കൂടി? ഗിരിധര നന്ദകുമാരാ മുരളീധര ഗോപാല, ഗിരിധര നന്ദകുമാരാ മുരളീധര ഗോപാല, നിൻ കരലാളന സുഖമറിയാൻ കാത്തിരിപ്പൂ മീരാ, നിന്നെ ഓർത്തിരിപ്പൂ മീരാ. ഗിരിധര നന്ദകുമാരാ മുരളീധര ഗോപാല, ജീവിത തന്ത്രി മുറുക്കി ഞാൻ നിനക്കു മീട്ടാൻ തന്നു, ജീവിത തന്ത്രി മുറുക്കി ഞാൻ നിനക്കു മീട്ടാൻ തന്നു, വൃന്ദാവന സുമമാല്യം കോർത്തു നിനക്കു ചാർത്താൻ വന്നു. ഓ ശ്യാമ മനോഹര, ശ്യാമ മനോഹര രമണ, ഈ പൂവിനെ നുള്ളിയെടുക്കൂ, എൻ വിരഹ വിഷാദമൊതുക്കൂ. ഗിരിധര നന്ദകുമാരാ മുരളീധര ഗോപാല, രാത്രി പുലരും മുമ്പേ നിൻ വേണുനാദം കേൾക്കും, രാത്രി പുലരും മുമ്പേ നിൻ വേണുനാദം കേൾക്കും, ലളിതലവംഗ കുടീരേ പ്രിയ ഗോപികയായി ഞാൻ മാറും. ഓ ശ്യാമകളേ വരാ, ശ്യാമകളേ വരരമണ, ഈ അഭയാർത്ഥിനിയെ വിളിക്കൂ, ഇനി നിത്യന്
നിർവൃതി പകരൂ. ഗിരിധര നന്ദകുമാര മുരളീധര ഗോപാല, നിൻ കരലാളന സുഖമറിയാൻ കാത്തിരിപ്പൂ മീരാ, നിന്നെ ഓർത്തിരിപ്പൂ മീരാ. ഗിരിധര നന്ദകുമാര മുരളീധര ഗോപാല. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമുക്ക് അതിൽ അഭിനയിച്ച ശശികുമാറിൻ്റെ ഒരു പെർഫോമൻസ് കാണാം. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. ഓംകാരനാദത്തിൻ നിർവൃതി പുൽകും മാനവ മാനസമഞ്ജരിയിൽ മുരളീലോലൻ മുരഹരനുണർന്നു, മുരളീലോലൻ മുരഹരനുണർന്നു. സർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു, മധുരമധു നിതില സുമ നളിനദള കഥനഹര മൃദുലഹര ഹൃദയ സദനലതികയണിഞ്ഞു. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ സാനിധ പദനി. സംഗീതമേ ദാപ മഗനി ദപ മ സാനി ദപ ഗരി മഗരി സാനി പദനി. സംഗീതമേ ഗരി മഗരി സാനി ദഗമ പദനി. സംഗീതമേ അമര സല്ലാപമേ. രിഗ സരി ഗ സരി നി ഗരി ഗരി സരി സനി രി സനി ദപ ഗമ പദനി സ. പദ മ പ സനി ഗരി ഗ സനി സ ദപ നി ദ സനി രി സ ഗരി സ സനി സ മഗരി സരി ഗ രി ഗ മ ഗരി നി ധനി ഗരി സനി ദ സനി ദ പ മ പ നി ദ പ മ ഗ ഗ മ മ പ പ ദ ധനി നി സ സരി രി ഗ ഗ മ രി ഗ ഗരി രി സ സനി സരി സ സ സ സ സനി സ ഗരി രി സനി ദ ധനി സനി ദ പ മ മ മ നി ദ ദ പ മ ഗ ഗ ഗ മ നി ദ പ പ ധ നി സ രി ഗ സ രി സനി ഗരി സനി സ രി സനി ധ നി സനി ദ പ ദ ഗരി സ ഗ രി സനി ദ രി സനി രി സനി ദ പ സനി ദ സ നി ദ പ മ ഗ മ പ ദ പ മ പ ധ നി ദ പ ധ നി സനി ഗ മ പ ദ ഗ മ പ ദ പ മ പ ധ നി മ പ ധ നി സ പ ധ നി സ പ നി സ രി ഗ രി സനി സ രി സനി ധ നി സനി ദ പ ദ പ ധ നി സ പ ധ നി സ രി ഗ ഗ രി സനി ധ രി സനി ദ പ ഗ മ പ ധ നി. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. അസാധ്യമായിട്ടുണ്ട്. കാരണം നമ്മൾ പാട്ട് പാടുക അല്ലെങ്കിൽ തബല വായിക്കുക രണ്ടും കൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അസാധ്യമായിട്ടുണ്ട് ശശിയേട്ടാ, അസാധ്യമായിട്ടുണ്ട്. നമ്മൾ ഷാജിയിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് പറയണത് ലൈലയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹസ്ബൻഡാണ്. ഇവർ കാഴ്ചയില്ലാത്തവർ രണ്ടുപേരും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച ആൾക്കാരാണ്. ഒരു അകക്കണ്ണിൽ വരുമ്പോഴും എങ്ങനെയുണ്ടായിരുന്നു, ഭാര്യയോടൊപ്പം അഭിനയിക്കുമ്പോഴും എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഈ കാഴ്ചയില്ലാതെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾ ട്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പാടാൻ വന്നതായിരുന്നു ലൈല. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കുഴപ്പമില്ല, നല്ലൊരു അഭിനയത്തിൽ ഞങ്ങൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഞങ്ങൾക്ക് ക്ലാസ്സുകളും ഇതൊന്നും ഗഫൂർ മാഷ് തന്നിട്ടുണ്ടായിരുന്നു. അതിനതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ട് 13-ാം തീയതി അത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ഒരു കലാരംഗത്ത് മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഗഫൂർ മാഷ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിലായിരുന്നു പെർഫോമൻസ് എന്ന് വിചാരിക്കുന്നു.
തീർച്ചയായും ഇവരെ കാണുമ്പോൾ മനസ്സിലാവില്ലേ, നമ്മൾ ആദ്യ കാഴ്ചയിൽ പ്രണയം തോന്നുന്നൊക്കെ പറയണത് വെറുതെയാണെന്നുള്ളത് അല്ലേ, ഇവർ രണ്ടുപേരും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എങ്ങനെയായിരുന്നു ഈ ഒരു ചിത്രത്തിനുള്ള ഒരു ഒരുക്കങ്ങൾ എന്തായിരുന്നു? പറഞ്ഞു 2 വർഷം മുന്നേ തൊട്ട് ഇതിനുള്ള ഒരു ഒരുക്കങ്ങൾ ഷൂട്ട് തുടങ്ങിയതാണ് എന്ന് പറയുന്നു. എങ്ങനെയായിരുന്നു ഒരു ഒരുക്കങ്ങൾ? എങ്ങനെയാണ്? കാരണം ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു, 100% കോൺഫിഡൻ്റ് ആയിരുന്നു ഇവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ളൊരു. അതായത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യം എന്ന് പറയുന്നത് ആത്മവിശ്വാസമില്ലാത്തവൻ ആത്മഹത്യക്ക് തുല്യം എന്നല്ലേ. പൊതുവെ എൻ്റെ ലൈഫിലെല്ലാം തന്നെ അങ്ങനെ തന്നെയായിരുന്നു. അതിലൊരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഇത് പറയാം. അതായത് എൻ്റെ ഒരു ലൈഫിലെ ഒരു ചെറിയ സംഭവം, അതായത് കുഞ്ഞായിരിക്കുമ്പോൾ, ഐ മീൻ ഒരു എന്താ പറയുക, ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ വലിയ പുഞ്ചപ്പാടുണ്ട്, പുഴ കടക്കണം എന്ന് കടന്നു പോകണം. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതായത് അവിടേക്ക് ബസ് വന്നില്ലെങ്കിൽ, ബസ് വൈകിയാൽ അല്ലെങ്കിൽ ബസ്സിൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ആ തോണി അങ്ങോട്ട് തോണിയിൽ പോകാൻ പറ്റില്ല, ഒന്നിലെ പുഴ നീന്തണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മാവൻ ഗൾഫിന് പോകുന്ന സമയത്ത് ആണ് ഞാൻ എൻ്റെ മനസ്സിൽ എന്തായാലും പുഴ നീന്തണം എന്ന് പറഞ്ഞത്. 5ാം ക്ലാസ്സുകാരൻ്റെ ഒരു ചെറിയ ബുദ്ധി, അപകടമാണോന്ന് നമ്മൾ അറിഞ്ഞിട്ടല്ല. അങ്ങനെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു 2 കിലോമീറ്റർ ദൂരമുള്ളൊരു പുഴ നീന്തിയിട്ടുണ്ട്. അത് ജീവിതത്തിൽ എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് അറിയാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അറിയാം. ഈ പുഴ നീന്തിയിട്ട് ഞാൻ വീട്ടുകാരെ അത്ഭുതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഞാൻ ഡ്രസ്സെല്ലാം ഒരു കവറിലാക്കിയിട്ട് ഞാൻ പുഴ നീന്തി കടന്നു. അമ്മാവൻ ഗൾഫിൽ പോകുന്ന ദിവസമാണ്. പിന്നീടാണ് എനിക്ക് അബദ്ധം മനസ്സിലാവുന്നത്, ഞാൻ നീന്തിയെന്ന് എങ്ങനെ അറിയില്ലല്ലോ വീട്ടുകാർ. അങ്ങനെ കവറിലാക്കിയ ഡ്രസ്സ് എടുത്ത് വീണ്ടും വെള്ളത്തിൽ മുക്കിയിട്ട് അത് എടുത്തിട്ടിട്ട് വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ അമ്മാവൻ പോകേണ്ട തിരക്കാണ്, ആർക്കും ഇത് മൈൻഡ് ചെയ്യാൻ നേരില്ല. അങ്ങനെ ആ അത്ഭുതപ്പെടുത്തൽ, 5ാം ക്ലാസ്സുകാരനായ അത്ഭുതപ്പെടുത്തൽ ആരും കാണാനുണ്ടായില്ല, ആരും മൈൻഡ് ചെയ്യാനുണ്ടായില്ല. പിന്നത്തെ അത്ഭുതപ്പെടുത്തലാണിത്. കണ്ണ് കാണാത്ത എൻ്റെ കുറേ സുഹൃത്തുക്കളെ അവരെൻ്റെ മുന്നിൽ വരുമ്പോൾ, ഞാൻ ശശിയേട്ടനും ലൈലയ്ക്കും ഷാജിക്കൊക്കെ അറിയാം, അവർ ഇമോഷൻ എന്താണെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അറിയാമല്ലോ, ഇവരെ ഇപ്പോൾ മൈക്ക് പിടിച്ചു കൊടുക്കണമെങ്കിൽ അതിലിപ്പോൾ നമ്മോട് പറയുമ്പോഴും അവർക്ക് നമ്മുടെ ശബ്ദം കേട്ടിട്ട് മാത്രമാണ് അറിയില്ല. അപ്പോൾ ഞാനൊരു വിസലിൽ മൊത്തം മറ്റു ഷൂട്ട്, ഞാൻ കുറച്ച് 4 സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. അതിൻ്റെ ആ ഒരു സംഭവങ്ങളും ബഹളങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മളത് അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിരുന്നു. ഫുൾ സൈലൻ്റ് ആക്കിയിട്ട് എൻ്റെ ഒരു വിസിലിൻ്റെ ശബ്ദം മാത്രമാണ് ഇവർക്കുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗം. പിന്നെ ആ ഇമോഷൻ, അവർക്ക് കരച്ചിൽ എന്താണെന്നറിയില്ല, എന്താ പറയുക, ചിരി എന്താണെന്നറിയില്ല, അതിനൊക്കെ മറികടന്നുകൊണ്ട് പിന്നെ ഇമോഷൻസ് എന്താണെന്ന് ഒന്നും അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ ഇമോഷൻസ് ഒന്നും അറിയില്ലാത്ത അവരാണ് ഒരു പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് ആ പാട്ടിൻ്റെ ഒരു 2 വരി കണ്ടിട്ട് തീർച്ചയായിട്ടും. വൈക്കം വിജയലക്ഷ്മിയാണ് ഗാനവും ആലപിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. വളരെയധികം നന്ദി മോർണിംഗ് ഷോയിൽ അതിഥികളായെത്തിയതിന്. എന്തായാലും അകക്കണ്ണ എന്ന ഒരു ഹ്രസ്വചിത്രത്തിന് എല്ലാവിധ ആശംസകളും. 13-ാം തീയതി എന്തായാലും അത് പ്രദർശനം തുടരുകയാണ്. എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ഇനി വരുന്ന പ്രൊജക്റ്റായ അജ്ഞാതർ എന്ന് പറയുന്ന 101 അന്ധരായവരെ വെച്ച് എടുക്കുന്ന ചിത്രത്തിനും എല്ലാവിധ ആശംസകളും. ശശികുമാർ, ഷാജി, ലൈല, വളരെയധികം നന്ദി. വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട് മോർണിംഗ് ഷോയിൽ അതിഥികളായി എത്തിയതിന്. താങ്ക് യു. അകക്കണ്ണ എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ സംവിധായകനായ ഗഫൂർ അഭിനയും അതുപോലെ അതിൽ അഭിനയിച്ചിരിക്കുന്ന അന്ധരായ ശശികുമാറും ഷാജിയും ലൈലയും എല്ലാം വിശേഷങ്ങൾ പങ്കുവച്ചത്. മോർണിംഗ് റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.